അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഈ വിഷയത്തെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പോൾ ഇത് കോമൺ സെൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഞാനൊരു രാഷ്ട്രീയത്തെ പിന്താങ്ങിയോ വിമർശിച്ചോ അല്ല പറയുന്നത്. പിണറായി വിജയനല്ല, ലോകത്ത് ആര് പ്രസംഗിക്കാൻ വന്നാലും അവർക്ക് പ്രസംഗിക്കാൻ അവർക്കൊരു മാറ്റർ ഉണ്ടാവും ജനങ്ങളോട് പറയാൻ. നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കും പ്രസംഗം കാണാൻ വരിക. അതിൽ ഇദ്ദേഹത്തെ ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ ചില ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട് ഈ പ്രസംഗത്തിനെ തടസ്സപ്പെടുത്താൻ ചോദ്യങ്ങൾ ചോദിക്കാൻ നോക്കും. അപ്പം മിക്ക ആൾക്കാർ, ഇപ്പോൾ സിനിമാ നടനാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും അതിന് മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല. പല ആൾക്കാർ കമൻ്റ് അടിക്കും, കൂക്കി വിളിക്കും. അപ്പോൾ അതിന് മൈൻഡ് ചെയ്യാതെ ചില ആൾക്കാർ അവർക്ക് പറയാനുള്ള മാറ്റർ പറയും. അപ്പോൾ പിണറായി വിജയനോട് ആരോ ഒരാൾ ചോദ്യം ചോദിക്കാൻ നിന്നപ്പോൾ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രതികരിച്ചു. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ എയറിൽ കയറിയിരിക്കുന്നത്. ശരി, ഇങ്ങനെയുള്ള കമൻസുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാൻ നിന്നാൽ പറയാനുള്ള മാറ്റർ പറയാൻ പറ്റാതെയാവും. ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു, മറ്റൊരാളൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു. അതിനായിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു സെക്ഷൻ വെക്കണം. അതിനാണ് ചോദ്യോത്തരവേള എന്ന് പറയുന്നത്. അങ്ങനെ വെച്ചിട്ട് ആ സമയത്ത് ചോദ്യം ചോദിക്കുന്നതാണ് ഒരു മര്യാദ എന്ന് പറയുന്നത്. ഇത് ഞാൻ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തിട്ടോ എതിർത്തിട്ടോ പറയണതല്ല. കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. വേണമെങ്കിൽ ശ്രീ പിണറായി വിജയന് അദ്ദേഹം ചോദിച്ച ചോദ്യത്തെ മൈൻഡ് ചെയ്യാതെ പ്രസംഗം കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഇങ്ങനെ ആയിപ്പോയി.